അപ്പം സ്റ്റെഫിൻ, ഇന്ന് കേരളം ഉറ്റുനോക്കിയിരുന്ന ഒരു വാർത്താ സമ്മേളനമായിരുന്നു എം വി ഗോവിന്ദൻ മാഷിന്റെ 3:30 വാർത്താ സമ്മേളനം. പക്ഷേ അതിൽ അദ്ദേഹം പറഞ്ഞത് CPM, EP ജയരാജൻ, പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയെ ഒരു തരത്തിലും തള്ളുന്നില്ല, അതിൽ അസ്വാഭാവികത ഒന്നും തന്നെയില്ല, നേരത്തെ തന്നെ EP അറിയിച്ചിരുന്നു ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച വിവരങ്ങൾ. പകരം ദല്ലാൽ നന്ദകുമാറുമായുള്ള ബന്ധം നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പാപിയും ശിവനും, അപ്പോൾ ആ ഒരു ബന്ധത്തെ മാത്രമാണ് പാർട്ടി സെക്രട്ടറിയും ഇവിടെ തള്ളിപ്പറഞ്ഞത്. മാത്രമല്ല EP-ക്ക് നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരു നിർദ്ദേശവും പാർട്ടി നൽകിയിരിക്കുന്നു. ഇനിയിപ്പോൾ LDF കൺവീനറായി EP തുടരും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമൊന്നുമില്ല, അദ്ദേഹത്തിനെതിരെ നടപടിയും ഒന്നും വരുന്നില്ല. പക്ഷേ എത്രത്തോളം വിശ്വാസ്യതയുണ്ടാകും ഇനി EP-യുടെ പ്രവർത്തനങ്ങൾക്ക് CPM-ൽ? അത് തീർച്ചയായിട്ടും വിലയിരുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ LDF കൺവീനറാണ് ഇത്തരത്തിലൊരു വലിയ ഗുരുതരമായ ആരോപണ വിധേയനായി മറുഭാഗത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായി മറ്റ് മുന്നണികൾക്കും ചില അതൃപ്തികളുണ്ട്. നേരത്തെ ബിനോയ് വിശ്വമടക്കം CPI-യുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് ജാഗ്രതക്കുറവുണ്ടായി എന്ന തരത്തിൽ ഉള്ള പ്രതികരണം നടത്തിയിരുന്നു. എങ്കിൽ തന്നെയും CPI-യും ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് നീങ്ങിയിരുന്നില്ല. CPM-ന്റെ ഒരു നിലപാട് പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്നുള്ളതാണ് മറ്റ് ഘടകകക്ഷികളുടെ അടക്കം ഒരു തീരുമാനമായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മറ്റ് ഈ LDF കൺവീനർ കൂടി ആയതുകൊണ്ട് മറ്റ് ഘടകകക്ഷികളെ കൂടെ CPM-ന് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി വരും. ഇപ്പോൾ മാധ്യമങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ മറ്റ് ഘടകകക്ഷികളുടെ ഒരു അഭിപ്രായത്തെപ്പറ്റി ചോദിക്കുമ്പോഴും പറയുന്നത് ബിനോയ് വിശ്വം അടക്കമുള്ളവർക്ക് ഈ കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകും, വ്യക്തത വരുമെന്നുള്ളതാണ്. ഇപ്പോൾ ഏതായാലും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക ഏതായാലും ജയരാജൻ കൺവീനർ സ്ഥാനത്ത് തുടരും എന്നുള്ളത് തന്നെ ആണ്. മറ്റ് യാതൊരു തരത്തിലും ഈ ജയരാജൻ എന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം ഉന്നയിച്ച വാദങ്ങൾ പാർട്ടി അംഗീകരിച്ചു എന്ന് നമുക്ക് ഈ എം വി ഗോവിന്ദൻ്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാം. എങ്കിൽ പോലും നേരത്തെ മാർഷൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു ആരോപണത്തിൻ്റെ നിഴലിലാണ് യഥാർത്ഥത്തിൽ ഈ EP ജയരാജൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു പാർട്ടി നടപടി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അന്വേഷണമൊക്കെ തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ്, LDF കൺവീനറാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് ഒരു പക്ഷേ CPM കടന്നാൽ നമുക്ക് അതിൻ്റെ സംശയിക്കേണ്ട ഒരു കാര്യം തന്നെയില്ല. ഏതായാലും ഇപ്പോൾ നിലവിൽ CPM സംസ്ഥാന സെക്രട്ടറിയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും EP ജയരാജനെ തള്ളുന്നില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാദങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ടൊരു നിയമ നടപടിയിലേക്ക് നീങ്ങണമെന്നുള്ളൊരു ആഹ്വാനം തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വയ്ക്കുന്നത്. ശരി സ്റ്റെഫിൻ.